ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ബയോമെട്രിക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഫോട്ടോ, സിഗ്നേച്ചർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കറിയാം, സാധാരണ പഴയ മോഡൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ, പഴയ വെള്ളക്കാട് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് ഓഫ് DL കൊടുക്കുമ്പോൾ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ പുതിയ മോഡലുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളാണെങ്കിൽ നമുക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് വരില്ല. നമ്മൾ DL റീപ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ എനേബിൾ ആയിട്ട് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് ഫോട്ടോ മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള മെനു വന്നിട്ട് ഇവിടെ സർവീസസ് ഓൺ DL എന്നുള്ള സബ് മെനു ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യ കോളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് കൊടുത്ത് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് അപേക്ഷകനെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഷോ ചെയ്യുന്നതാണ്. താഴേക്ക് വരിക. ഇവിടെ യെസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ കേരള ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇൻ കേസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. RTO ഓഫീസ് എന്നുള്ള ഭാഗത്ത് ഏത് RTO ഓഫീസാണ് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് ആ ഒരു RTO ഓഫീസ് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊന്നും കൂടി വെരിഫൈ ചെയ്യുക, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. താഴേക്ക് വരിക. അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, അത് കൺഫേം ചെയ്യുക. അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇവിടെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസിൽ ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ജനറേറ്റ് OTP എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഒരു OTP സ്വീകരിക്കുക. ആ ഒരു ബോക്സിനകത്ത് വന്നിരിക്കുന്ന OTP രേഖപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം ഓതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ ലഭിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളിവിടെ ചെയ്യുന്നത് ചേഞ്ച് ഓഫ് ബയോമെട്രിക്സ് ഇൻ DL എന്നുള്ള ഓപ്ഷൻ ഭാഗത്താണ് ക്ലിക്ക് ചെയ്തത്. അതിനായിട്ട് ആ ഒരു ബോക്സ് മാത്രം ടിക്കറ്റ് കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണ് റീസൺ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തിരുത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സെലക്ട് റീസൺ എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് എന്താണോ കാര്യം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ റീസൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്, അത് ഓപ്ഷണലാണ്. അതിനുശേഷം കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്ന് ഈ ഒരു സെൽഫ് ഡിക്ലറേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ രണ്ടാമത്തത് മാത്രം നോ യെസും ബാക്കിയെല്ലാം തന്നെ നോയും ടിക്കിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഡിക്ലറേഷൻ ആണ്. എല്ലാം തന്നെ കംപ്ലീറ്റ്ലി നമ്മളിവിടെ ടിക്ക് ബോക്സ് കൊടുക്കുക. ശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു അപേക്ഷ നമ്പർ ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപേക്ഷ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഇവിടെ കാണിക്കും. പ്രിന്റ് അക്നോളജ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കസ്റ്റമർക്ക് പ്രിന്റ് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപേക്ഷ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. ഇവിടെ നമുക്ക് ഇനി അപ്ലോഡ് ഡോക്യുമെന്റ്, അപ്ലോഡ് ഫോട്ടോ, ഫീ പേയ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സ്ലോട്ട് ബുക്കിംഗ് നമുക്ക് ആവശ്യമില്ല, എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്ന് ഇവിടെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനൊരു പ്രത്യേക സൈസ് ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോയുടെയും സിഗ്നേച്ചറിന്റെയും ഡയമെൻഷൻ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫയലുകൾ ബ്രൗസ് ഭാഗം ഉപയോഗിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ വലതു ഭാഗത്ത് ആ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും വന്നിട്ടുണ്ടാവും. താഴേക്ക് വന്ന് സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ 2 സ്റ്റെപ്പ് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്ലോഡ് ഡോക്യുമെന്റും അതുപോലെ തന്നെ ഫീ പേയ്മെന്റ്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിക്ലറേഷൻ ടിക്ക് കൊടുത്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഫയൽ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. കൺഫേം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഫയൽ ഇവിടെ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സ്റ്റാറ്റസ് ഭാഗത്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഫീ പേയ്മെന്റ് ആണ് ബാക്കിയുള്ളത്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 505 രൂപയാണ് നമുക്ക് ഇതിന്റെ ചാർജ് വരുന്നത്. അതിവിടെ ട്രഷറി സെലക്ട് ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പോലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ സ്ലിപ്പ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ. അപ്രൂവ് ആയതിനു ശേഷം കസ്റ്റമർക്ക് പോസ്റ്റ് വഴി ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസിലെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ഡേറ്റ് ചെയ്യുന്നത്.